അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല നെട്ടിപ്പോയി. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ഡബിൾ ആയിട്ടുണ്ട് എമൗണ്ട്. ഞാൻ CA കോഴ്സിന് പഠിക്കുന്ന സമയത്താണ് SIP ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുന്നതെല്ലാം തിയറി ആയിട്ട് CA കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി 1000 രൂപ വെച്ച് 2017 ഡിസംബറിൽ ഞാൻ എൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒരു പ്രൊഫഷണൽ അഡ്വൈസർ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ജേണിയാണ്. മാത്രമല്ല പണവുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യം എന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കുക കുറച്ച് ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും. എൻ്റെ ആദ്യ SIP ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഞാൻ പഠിച്ച വലിയൊരു പാഠമാണ്, നമ്മൾ എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം വേണം. വൈ എം ഐ ഇൻവെസ്റ്റിംഗ്? അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ആവശ്യം വന്നാൽ തന്നെ ആ പൈസ വിഡ്രോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും.